തരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. സ്നേഹപിതാവായ ദൈവമേ, ഈ സുപ്രഭാതത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സൃഷ്ടാവായ ദൈവമേ, അങ്ങ് നൽകിയ വലിയ ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക്. അവിടുന്ന് ആദിയിൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ തുടർച്ചയായി ഇത് സ്വീകരിക്കുന്നതിനായി ഇന്നേ ദിവസം കല്യാണത്തിനായി ഇറങ്ങുന്ന ഞങ്ങളുടെ മകനെ അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങ് നൽകുന്ന ഈ വലിയ അനുഗ്രഹത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കിരണെ അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒത്തുകല്യാണത്തിന്റെ എല്ലാ ചടങ്ങുകളും ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട്, ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങനെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളെയും അങ്ങനെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രയും ഞങ്ങളുടെ എല്ലാ സുരക്ഷിതത്വവും അങ്ങനെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അവിടെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തിയാക്കി തിരിച്ചെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഒത്തുകല്യാണത്തിലൂടെ വിവാഹം എന്ന പുതാശ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളുടെ കിരണിനെയും ജസ്നെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരോടൊപ്പം ഇന്ന് ആദ്യപാലയത്തിലേക്ക് യാത്രയാകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴിയായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നന്മ നിറഞ്ഞു പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞു പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞു പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ.
അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു: ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. Hello, hello, nice to meet you. Voice inside my head. Hello, hello, I believe you. How can I forget? Is this a place that I call home to find what I've become? Walk along the path unknown. We live, we love, we lie. Deep in the dark, I don't need the light. There's a ghost inside me. It all belongs to the other side. We live, we love, we lie.
തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം, ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ. Oh, it's been a hell of a ride, driving the edge of a knife. Never let you go, never let me down. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't fall asleep at the wheel. We got a million miles ahead of us, miles ahead of us. All that we need is a rude awakening. You know we're good enough, yeah, we're good enough. So we go through the darkest of days, having to heartbreak away. Never let you go, never let me down. Oh, it's been a hell of a ride, driving the edge of a knife. Never let you go, never let me down. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. മത്തോവിന് നന്മയാകുന്നു തുടങ്ങുന്നു നന്നായി
ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ പിതാവേ, ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും സഫലീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്ന ഈ യുവതിയെയും യുവാവിനെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ മുന്തിരിച്ചാറ് പകരണമേ. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായ കർത്താവേ, ഈ യുവതിയുടെ അന്തർഗതം അവിടുന്ന് അറിയുന്നുവല്ലോ. ഇവരുടെ അന്തരംഗത്തിലേക്ക് അവിടുത്തെ അയോഗ്യ അയച്ച് സ്ഥൈര്യം പകരണമേ. ഹൃദയപൂർവ്വം നിഷ്കളങ്കമായി ഞങ്ങൾ ആശ്രയിച്ച് വിവാഹ സമ്മതം നടത്തുവാൻ ഈ ദാസർ പ്രാപ്തരായി ഭവിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. അങ്ങയുടെ സഹായങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ സഹോദരരെ, കോപത്തിന്റെ പുസ്തകത്തിന്റെ വായന. എല്ലാത്തരം ദാമ്പത്യത്തിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികളുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനത്തിൽ നിന്ന് വിവാഹം ചെയ്തത് നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ രാജ്യക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാര വിനാശവും അരാധകത്വവും വരുത്തും. അലസത നാശത്തിന് പട്ടിണിക്ക് നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. കാരണവന്മാരോടുള്ള ഭക്തിയിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ പിതാക്കന്മാരോട് ഉണ്ടായിരുന്നതുപോലെ അവിടുത്തെ കൃപ ഇന്നും എന്നും ഞങ്ങളെ വഴി നടത്തട്ടെ. ഇസ്രായേൽ ഭവനവും യൂദയ ഭവനവും തമ്മിൽ കർത്താവ് ബന്ധിച്ചതുപോലെ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കർത്താവ് ബന്ധിപ്പിക്കുകയാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇസ്രായേലിന്റെയും യൂദയാക്കാരുടെയും ജയിക്കുന്ന നിക്ഷേപിച്ചതുപോലെ വിവാദവാഗ്ദാനത്തിന്റെ മുഹൂർത്തത്തിൽ യുവാവിന്റെയും യുവതിയുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഹൃദയത്തിൽ കർത്താവിന്റെ അനുഗ്രഹം നിക്ഷേപിക്കുമാറാകട്ടെ. സഹോദരീ സഹോദരന്മാരെ, വളരെ പ്രത്യേക സന്തോഷത്തിന്റെ കാരണക്കാരായ കിരൺ, അതുപോലെ കിരണിന്റെയും മാതാപിതാക്കളായ സൈലൻ, ലിസി, അതുപോലെ ജെയിംസ്, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാർ, പ്രധാനപ്പെട്ടതാണ്.
നമ്മുടെ പ്രിയപ്പെട്ടവരായ വ്യക്തികൾ ചെയ്യുന്നു. വിവാഹ വാഗ്ദാനം നടത്തിക്കൊണ്ട് ജീവിച്ചുകൊള്ളാമെന്ന് സഭയെ ഔദ്യോഗികമായി സഭയുടെ നിർവഹിച്ച് പ്രതികരിക്കുകയാണ്. ഇവരുടെ വിദ്യാസംഭവം നമ്മൾ ആഘോഷിക്കുകയാണ്. സഭാത്മകമായി നമ്മൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ ഡിന്നർ കഴിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നു. അങ്ങനെ വലിയ സന്തോഷത്തിനാണ് ഇത് കുടുംബമായി ജീവിക്കുക, ദൈവത്തിനും സഭയിലും ഇഷ്ടകരമായി ജീവിക്കുക, അതുപോലെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ഉത്തമ ജീവിതം നയിക്കുക, അവരുണ്ടാകുന്ന സന്താനങ്ങളെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടകരമായ വളർത്തിയെടുക്കുക. അങ്ങനെ അവർ യഥാർത്ഥത്തിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വലിയ മഹിമ അവരുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ദിവസം. ജീവിതം ഉത്തരവാദിത്വപൂർണ്ണമായി, അതുപോലെ ദൈവസ്നേഹത്തിന് അധിഷ്ഠിതമായി, അതുപോലെ സഹോദര സ്നേഹത്തിന് വേണ്ടിയുള്ള ഒന്നായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ നമുക്ക് ആശീർവദിച്ച് അനുഗ്രഹിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ മകളുടെ സന്നിധിയിലായിരിക്കുന്ന കരുണയും വിസ്മയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്ത വാഗ്ദാനം വേഗത്തിൽ പൂർത്തിയാക്കാൻ ദൈവത്തിന്റെ സംരക്ഷണം സദാ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് പരസ്പരം ബന്ധമാക്കിയിരിക്കുന്ന രണ്ട് കുടുംബങ്ങൾ സ്നേഹത്തിലുമായി വളരുവാനാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിഹിതരാകുകയും ഇതിന്റെ കാലത്തുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും കൃപ ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസർ ചെയ്യുന്ന വിവാഹവാഗ്ദാനം നിർവിഘ്നം പൂർത്തിയാക്കുവാനുള്ള മനസ്സും സന്നദ്ധതയും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. നിത്യനായ സർവേശ്വരാ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് ജസ്റ്റിയെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. ജസ്റ്റിന് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് ഇവരെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. നിങ്ങളുടെ ഈ ഉടമ്പടിക്ക് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവവും നിങ്ങളുടെ കാരണവന്മാരും ഇവിടെയുള്ള മറ്റെല്ലാവരും സാക്ഷികളാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങൾ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികൾ ചെയ്യുന്നവരും അവയെ വിശ്വസ്തയോടെ പാലിക്കുവാൻ സഹായിക്കുന്നവരുമായ കർത്താവേ, നിന്റെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരായ കിരണയെയും ജസ്റ്റിയെയും അവരുടെ കാരണവന്മാരായ ഇവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ സ്നേഹവും പരിരക്ഷണവും ഇവരുടെ ഈ സമൂഹത്തിന്റെ ഉണ്ടാകുവാനാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Right from the start, you were a thief, you stole my heart, and your willing victim. Let you see the parts of me that weren't all that pretty, and with every touch you fix them. Now you've been talking in your sleep, oh, things you never say to me. Oh, tell me that you've had enough of our love, our love. Just give me a reason, just a little bit's enough. Just a second, we're not broken, just bent, and we can learn to love again. It's in the stars, it's been written in the scars on our hearts that we're not broken, just bent, and we can learn to
കോമാളി ചണ്ടി ചങ്കിരി പോക്കിരി നമ്മുടെ പാട്ട് മാറിപ്പോയാ വേദിയൊരുക്കുന്നതിന്റെ ഭാഗമായി വധുവിന്റെ സഹോദരിമാർ ചേർന്ന് പന്തലിൽ പായ ഒരുക്കുന്ന ചടങ്ങാണ് ആദ്യമായി നടക്കുന്നത്. തുടർന്ന് വധുവിനെ ഇരുത്തുവാനുള്ള വെള്ളപിടിച്ച പീഠം വേദിയൊരുക്കുന്ന ചടങ്ങാണ്. പീഠമൊരുക്കാനായി വധുവിന്റെ സഹോദരി വേദിയിലേക്ക് സ്നേഹവും ക്ഷണിക്കുകയാണ്. നവവധുവിനെ മൈനാഞ്ചോലി കളവ് രാജകീയ സിംഹാസനത്തെ സൂചിപ്പിക്കുന്ന വെള്ളപിടിച്ച പീഠം വേദിയൊരുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സഹോദരി ചെയ്യുന്ന ചടങ്ങാണ്. തുടർന്ന് മൈതാനിലേക്ക് മുന്നായി വധുവിലേക്ക് സഹോദരിമാർ ചേർന്ന് സ്നാനിച്ച് വെള്ളപിടിച്ച പീഠത്തിന്മേലിരിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്.
സഹോദരിമാരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആനയിച്ച് മൈലാഞ്ചി നിൽക്കുന്നതിനായി പീഠത്തിന്റെ ഇരിക്കുന്ന ചടങ്ങിനായി അവകാശികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനങ്ങളുടെ പ്രാർത്ഥനകാലമായ മാർത്തമ്മ എന്ന ഗാനത്തോടു കൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനകാലത്തിനായി എല്ലാവരും എഴുന്നേറ്റിരിക്കാവും. മൈലാഞ്ചി വേദിയിലെ സമയത്ത് വധുവിന്റെ സഹോദരി സജ്ജീകരിക്കേണ്ടതാണ്. മൈലാഞ്ചി അണിച്ച് വധുവിനെ ഭംഗി വരുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നതിനായി അവകാശങ്ങളായ വധുവിന്റെ പിതൃ സഹോദരിമാരെ വേദിയിലേക്ക് സ്നേഹവും ക്ഷണിക്കുകയാണ്. വധുവിനെ അണിയിക്കാനുള്ള മൈലാഞ്ചി വേദിയിൽ സജ്ജീകരിക്കുന്ന ചടങ്ങാണ് തുടർന്ന് വധുവിനെ മൈലാഞ്ചി അണിയിക്കാനായി അവകാശങ്ങളായ പിതൃ സഹോദരിമാരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മൈലാഞ്ചി അണിക്കാനുള്ള അവകാശങ്ങളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വധുവിനെ മൈലാഞ്ചി അണിയിച്ച് ഭംഗി വരുന്ന ചടങ്ങാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. അതിനായി അവകാശങ്ങളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് അവകാശങ്ങൾക്ക് വധുവിനെ മൈലാഞ്ചി അണിയിക്കാവുന്നതാണ്.
വധുവിനെ ഇച്ചപ്പാട് കൊടുക്കാനായി അവരെ ശുഭോത്സവങ്ങൾ ധരിപ്പിച്ചു. ആദ്യമായി വധുവിനെ ചെപ്പാട് നൽകി അനുഗ്രഹിക്കുന്നത് വധുവിന്റെ പേരപ്പന വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുന്നു. തോർത്തുകൊണ്ട് ഞെട്ടും ഭാഗമിട്ടും തലയിലേക്ക് 3 പ്രാവശ്യം സഭയോട് അനുവാദം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കർമ്മം നിർവഹിക്കുന്നതിനായി വധുവിന്റെ പേരപ്പന വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു. മധുരം കൊടുക്കട്ടെ.
മക്കളുടെ ചുറ്റും പച്ചക്കറികൾ ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല
Jesus, and my home was where you were. Washed away all the love of yesterday. When you came around, all my walls just broke down. What a treasure I found. Night by night we grew, nothing that I could do. My heart melted for you. Your love, your love, your love, love in every moment. Never ending story, you were mine. Oh, your love, your love, your love, love in every moment. Never ending story, you were mine. Love yourself before you're loving someone else. Wanting you is the worst thing I could do. When you came around, all my walls just broke down. What a treasure I found. Night by night we grew, nothing that I could do. My heart melted for you. Your love, your love, your love, love in every moment. Never ending story, you were mine. Oh, your love, your love, your love, love in every moment. Never ending story, you were mine. When you came around, all my walls just broke down. What a treasure I found. Night by night we grew, nothing that I could do. My heart melted for you.